ഹായ് എവരിവൺ, എല്ലാ സഞ്ചാരപ്രിയർക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ആൽഷ്വിൽ ഗ്രാമത്തിന്റെ മറ്റൊരു സവിശേഷത ബാസൽ പട്ടണവുമായി ഗ്രാമത്തെ ബന്ധിപ്പിക്കുന്ന ട്രാം നമ്പർ 6 ആണ്. ആൽഷ്വിൽ ഡോർഫ് മുതൽ റീഹൻ ഗ്രെൻസെ വരെ, അതായത് ജർമ്മനിയുടെ അതിർത്തി വരെ നീളുന്ന ഏകദേശം 12.5 കിലോമീറ്റർ ദൂരമുള്ള റൂട്ടാണിത്. മൊത്തം 41 സ്റ്റേഷനുകൾ ഈ ട്രാം ലൈനിൽ ഉൾപ്പെടുന്നു. ബാസൽ നഗരത്തിലെ ഏറ്റവും പഴയ ട്രാം ലൈനുകളിൽ ഒന്നാണ് ട്രാം നമ്പർ 6-ന്റേത്. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ഈ ട്രാം ലൈൻ ബാസൽ നഗരമധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ട്രാമുകൾ ഇലക്ട്രിക് പവർ ഉപയോഗിച്ചാണ് ഓടുന്നത്. അതിനാൽ കാർബൺ കുറവുള്ള ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ്. ബാസൽ നഗരത്തിലെ ഒരു വലിയ പ്രത്യേകതയാണ് ട്രാം സേവനം. 3 രാജ്യങ്ങളിലേക്കും, അതായത് സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലൂടെ ഈ ട്രാമുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഓരോ 7 മുതൽ 10 മിനിറ്റിലും ട്രാമുകൾ സർവീസ് നടത്തുന്നു. ഉച്ച സമയത്തും വൈകുന്നേരങ്ങളിലും പൊതു അവധി ദിനങ്ങളിലും സമയങ്ങളിൽ കൂടുതൽ ഇടവേളകൾ ഉണ്ടായിരിക്കും. സ്വിറ്റ്സർലൻഡിൽ ആദ്യമായി ട്രാം സർവീസ് ആരംഭിക്കുന്നത് 1862 ജൂൺ 19 ജനീവയിലാണ്. അത് കുതിരകൾ വലിക്കുന്ന ഒരു ട്രാം വേ ആയിരുന്നു. ബാസൽ, ബേൺ, സൂറിക്, ജനീവ എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാന പട്ടണങ്ങളിൽ മാത്രമാണ് സ്വിറ്റ്സർലൻഡിൽ ട്രാം സർവീസ് നിലവിലുള്ളത്. ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എന്നീ 3 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക ട്രാം ശൃംഖലയാവാം ബാസലിലേത്. ട്രാം എന്നത് ജർമ്മൻ ഭാഷയിൽ സ്ട്രാസൻബാൻ എന്നാണ് പറയുന്നത്. വൺ ഡേ ടിക്കറ്റ് ഒരെണ്ണം എടുത്താൽ ബസ്സിലും ട്രാമിലും ബാസൽ നഗരവും കൂടാതെ അയൽ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തി പട്ടണങ്ങളും ഒരു ദിവസം മുഴുവൻ കറങ്ങാം. യൂറോപ്പിലെ ഏറ്റവും നീളമേറിയ ട്രാം ലൈനാണ് ബാസലിലെ ട്രാം നമ്പർ 10-ന്റേത്. ഇതിന്റെ ദൂരം 26 കിലോമീറ്ററാണ്. ബാസലിലെ ട്രാം സംവിധാനം നഗരത്തിന്റെ പൊതുഗതാഗത ശൃംഖല മേഖലയിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ്. 1895 മുതൽ പ്രവർത്തിക്കുന്ന ഇത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ട്രാം സംവിധാനങ്ങളിൽ ഒന്നാണ്. ബാസൽ ഫെർക്കേഴ്സ് ബെട്രീബും ബാസൽ ലാൻഡ് ട്രാൻസ്പോർട്ടുമാണ് ബാസലിൽ ട്രാം സർവീസുകൾ നടത്തുന്നത്. കൃത്യസമയത്ത് പതിവ് സേവനം, അതാണ് അവരുടെ മുദ്രാവാക്യം. പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ട്രാമുകളാണ് ബാസലിൽ അധികവും കാണാൻ സാധിക്കുക.
ബസ്, കാറ്, ലോറി ഇവയ്ക്കൊപ്പം നിരത്തിന് നടുവിലൂടെയും ഓരത്തിലൂടെയും ഓടുന്ന ട്രാമുകൾ കൃത്യതയ്ക്കും കാര്യക്ഷമതയ്ക്കും സ്വിറ്റ്സർലൻഡിൽ പേരുകേട്ട ഒരു പൊതുഗതാഗത സംവിധാനമാണ്. പിന്നെ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തടിയും ബ്രിക്സും പ്ലാസ്റ്ററും കൊണ്ട് നിർമ്മിച്ച റീഗൽ ഹൗസുകളാണ്. ഇതിന് പൈതൃക മൂല്യമുള്ളതിനാൽ പല വീടുകളും സംരക്ഷിത പൈതൃക കെട്ടിടങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ തന്നെ 1554 നിർമ്മിച്ച ഒരു റീഗൽ ഹൗസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് സുൻഗാവ് ശൈലിയിലുള്ള ഒരു ഫാഹ്വെർ ഹൗസ് ആണ്. മറ്റ് പുത്തൻ വിശേഷങ്ങളും യാത്രയുമായി വീണ്ടും വരാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.